ഹായ്, നമസ്കാരം. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അത്ര സുഖിക്കില്ല എന്നെനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. എങ്കിൽ തന്നെയും സത്യങ്ങൾ മറച്ചു വെച്ച് എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ആവശ്യമില്ലാത്ത ടെൻഷൻ ഞാൻ എൻ്റെ ഈ ചെറിയ തലയിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തത് കൊണ്ട് എനിക്കറിയാവുന്ന സത്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. നിങ്ങൾക്ക് വേണേൽ ഉൾക്കൊള്ളാം, വേണേൽ തട്ടിക്കളയാം. അതൊക്കെ നിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മളുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, പഠനാവശ്യങ്ങൾക്ക് അന്യനാടുകളിലേക്ക് യാത്ര പോകുന്ന പെൺകുട്ടികളുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും അന്വേഷിക്കണം. നമ്മളുടെ കുട്ടികൾ, നിഷ്കളങ്കരായ കുട്ടികൾ, അവരുടെ +2 പഠനമൊക്കെ അങ്ങോട്ട് പൂർത്തിയാകുമ്പം അവർ സാധുക്കളാണ്. അവർക്ക് ഈ രാജ്യത്തെ, ഈ നാട്ടിലെ കള്ളത്തരങ്ങളും കമ്മട്ടങ്ങളും തിരിച്ചറിയാനുള്ള ശേഷിയില്ലാത്ത പ്രായത്തില് നിങ്ങള് മാതാപിതാക്കള് നിങ്ങളുടെ കുട്ടികളെ നോട്ടടിക്കുന്ന യന്ത്രങ്ങളാക്കി അന്യനാടുകളിലേക്ക് പഠിക്കാൻ അയക്കുമ്പം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കുട്ടികളുടെ അവിടുത്തെ ജീവിതം എന്തായിരിക്കും, എങ്ങനെയായിരിക്കുമെന്ന്. ഞാന് ഒരു സംസ്ഥാനങ്ങളെയും അല്ലെ ഒരു നാടുകളെയും പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. കാര്യം ഈ നാടുകളിലെല്ലാം എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ബന്ധങ്ങളും വ്യാപാരങ്ങളും ഒക്കെയുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആരെയും ഇന്ന രാജ്യത്ത് അല്ലെ ഇന്ന നാട്ടില് ഇന്ന സംസ്ഥാനത്ത് എന്നൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചറിയണം. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാനൊരു 5 വർഷം മുൻപ് മൈസൂരിൽ പോയി ബിസിനസ് ആവശ്യത്തിന് പോയതാണ്. ചെന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടില്, സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഇടപാടുകൾ നടത്തുന്ന ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് പോയി താമസിച്ചത്. ഞാൻ അതിന് മുൻപ് ആ വീട്ടിൽ താമസിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ വീട്ടുകാരോട് എനിക്ക് നല്ല സ്നേഹബന്ധമുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഫോൺ വഴി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ സുഹൃത്ത്, എൻ്റെ പകുതി പ്രായമുള്ള പയ്യൻ, അവൻ എന്നോട് പറഞ്ഞ്, സാറേ നമുക്കൊരു നാട് കാണാൻ പാം. എന്താ വിശേഷം? പറഞ്ഞ്, ഞാൻ കാണാത്ത നാട് മൈസൂരിലേതാ? അപ്പൊ എന്നോട് പറഞ്ഞ്, ബാ, ഒരു വിശേഷമാണ്. അങ്ങനെ എന്നെ കൂട്ടി പോയത് ഒരു സ്ഥലത്ത് ചെന്നപ്പം അവിടെ പെൺകുട്ടികൾ വിൽക്കപ്പെടുന്ന ഒരു നാടാണ്, ഒരു സ്ഥലമാണ്. ഒരു ബിൽഡിംഗ് മൊത്തം പെൺകുട്ടികള്, ഹോസ്റ്റൽ എന്നൊരു പേരും കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന്, എന്താടാ പ്രശ്നം? അവൻ പറഞ്ഞ്, ബാ, കൊണ്ടു നടന്ന് പെൺകുട്ടികളെ നിരത്തി നിർത്തി കാണിക്കുകയാണ്. ഓരോ മുറികളിലും കയറി നമുക്ക് പെൺകുട്ടികളെ കാണാം. പല പെൺകുട്ടികളും എന്നെ കണ്ടു കഴിഞ്ഞെന്നെ തല കുനിച്ച് നിന്നാണ് എന്നെ അഭിമുഖീകരിച്ചത്. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ച്, ഇതെന്താ സംഭവം? ഇതെല്ലാം കച്ചവടമാണോ? അതെ, ഇതെല്ലാം കച്ചവടമാണ്. ഇവരെല്ലാം വിവിധ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്, മലയാളികളാണ്. സാറിന് ഏതാ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവര് വരും കൂടെ. ഞാൻ ഞെട്ടിപ്പോയി. നമ്മളുടെ കുട്ടികൾ ഞാൻ കാണുമ്പം കൊച്ചു കുട്ടികളാണ്, 18ഉം 19ഉം വയസ്സുള്ള പെൺകുട്ടികളാണ് ഇങ്ങനെ നിരന്ന് നിന്ന് വ്യാപാരം നടത്തുന്നത്. അത് അവിടെ മാത്രമല്ല ഞാൻ കണ്ടത്. ഞാൻ അവസാനം അവിടുന്ന് വളരെ വേദനയോടെയാണ് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. ഞാൻ പല സുഹൃത്തുക്കളോട് വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ വെളിയിൽ പഠിക്കാൻ അയക്കുന്ന വിഷയം പറഞ്ഞ് എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഈ വിഷയം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ പൊതുജന മധ്യത്തില് ഇന്ന് ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ കേരളത്തില് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കേരളത്തിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങളുമായിട്ട് ഞാൻ അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയുന്നത്, കേരളത്തിലെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളെ, പെൺകുട്ടികളെ കാശ് കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എൻ്റെ മകള് പഠിക്കുന്നത് കോളേജിലാണ്. അത്തരം കോളേജുകളിലെ കുട്ടികളെ കാശ് കൊടുത്താൽ കിട്ടും, അവർ നമ്മളോടൊപ്പം വണ്ടിയിൽ യാത്ര ചെയ്യും, നമ്മളോടൊപ്പം എവിടെ വേണേലും പോയി താമസിക്കും എന്നൊക്കെയുള്ള സത്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത് മിക്ക സംസ്ഥാനങ്ങളിലും ഈ കലാപരിപാടി നടക്കുന്നുണ്ട്.
അത് നിങ്ങൾ മാതാപിതാക്കളുടെ അറിവോടെയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ പെൺകുട്ടികളെ ജനിപ്പിക്കുന്നത് എന്തിനാണ്? പണമുണ്ടാക്കുന്ന മെഷീനാക്കി മാറ്റുകയാണോ? അതോ നിങ്ങളുടെ പെൺകുട്ടികൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവരെ അന്യനാടുകളിൽ അയച്ചു പഠിപ്പിക്കുന്നത്? നമ്മളുടെ നാട്ടിൽ ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലേ? അവിടെയൊക്കെ പഠിപ്പിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് നിങ്ങൾ പരിശോധിക്കണം. അത് പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം തുടക്കത്തിലെ പണ്ടാരമടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട് മയക്കുമരുന്ന് കമ്പനികളിൽ കൂട്ടുകൂടി ജീവിതം പാഴാക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ വാർത്ത ഇന്നലെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അത് പോയി കാണണം. ഒരു പെൺകുട്ടി, ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ വീടുകളിലെ പെൺകുട്ടിയാണിത്, അഥവാ പാവപ്പെട്ട വീടുകളിലെ പെൺകുട്ടികളാണ് ഇത്തരം വലയങ്ങളിൽ പോയി ചാടുന്നത്. 480 ഗ്രാം MDMA പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പം ഈ നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പം ആ അറസ്റ്റ് ചെയ്യുക, കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള നടപടി അവർക്കുള്ളൂ. പക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവിതം, ഭാവി എന്തായി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എന്തിനാണ് ഈ മയിലുകളെയൊക്കെ പഠിക്കാനെന്നും പറഞ്ഞ് അന്യനാടുകളിലേക്ക് ഉന്തിത്തള്ളി വിടുന്നേ? തന്തയ്ക്കും തള്ളയ്ക്കും ജോലി ചെയ്ത് ജീവിക്കാൻ വിചാരിച്ചിട്ടാണോ മക്കളെ കാശുണ്ടാക്കാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നേ? മോശമാണ്, മ്ലേച്ഛമാണ്. നമ്മളുടെ നാട്ടില് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുകൂടാതെ നിങ്ങൾക്കറിയാം, ഇതൊരുമാതിരി ചെയിൻ മാതിരിയാണ് വർക്ക് ചെയ്യുന്നത്. മുൻപ് പഠിച്ചിട്ടുള്ളവര് പിന്നെയും കുട്ടികളെ അവിടെ കൊണ്ടാക്കുന്നു, അവര് പിന്നെ അടുത്ത കുറെ കുട്ടികളെ കൊണ്ടാക്കുന്നു. ഇതിങ്ങനെ ചെയിനായിട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എട്ടും പൊട്ടും തിരിയാത്ത ഈ പെൺകുട്ടികൾ ആ പ്രായത്തിൽ ചെന്ന് ഇതുപോലത്തെ വികൃതി കൂട്ടങ്ങളിൽ കൂട്ടുകൂടി ജീവിതം പണ്ടാരം അടക്കി പിന്നീട് അവര് പഠിച്ചതുമില്ല, പഠിപ്പിച്ചതുമില്ല, ഒന്നും വെക്കാതെ മൂടിഞ്ഞ് പണ്ടാരം അടങ്ങി പോവുകയാണ്. അതിലൊരു മാറ്റം വരണമെങ്കിൽ നമ്മളുടെ കുട്ടികളെ നമ്മളുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കണം. മാതാപിതാക്കളുടെ കണ്ണിന്റെ മുൻപിൽ പഠിപ്പിക്കണം. നമ്മളുടെ ദൃഷ്ടിയിൽ നിൽക്കണം നമ്മുടെ പെൺകുട്ടികൾ. നമ്മളുടെ നാടിന്റെ അവസ്ഥ അതാണ്. വേണേ കേൾക്കുക, അല്ലെങ്കിൽ പരസ്യങ്ങളും പിന്നെ ശുപീര് വർത്തമാനങ്ങളും ചക്കര തേന പാല എന്നൊക്കെ വിളിക്കുന്നതുകൊണ്ട് പെൺകുട്ടികളെ പഠിക്കാൻ അയക്കുന്ന നീയൊക്കെ പോയി അനുഭവിക്കേണ്ടി വരും.